ഓക്കെ, ടൈപ്പ് കൺവേർഷൻ. അപ്പോൾ ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ ടൈപ്പിനെ മറ്റൊരു ഡേറ്റ ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സിനകത്ത് നമ്മൾ പഠിച്ചു ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ ഇങ്ങനെയൊക്കെ പഠിച്ചു അല്ലേ. അപ്പം ആ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സിനകത്ത് ഒരു ടൈപ്പിലുള്ള ഡേറ്റയെ മറ്റൊരു ടൈപ്പിലേക്ക് മാറ്റുക. അതായത് ഇൻറ്റിജറിനെ ഫ്ലോട്ട് ആക്കുക, ഫ്ലോട്ടിനെ ഇൻറ്റിജറിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഫ്ലോട്ടിനെ ഡബിളിലേക്ക് മാറ്റുക. അങ്ങനെയുള്ള കൺവേർഷനെയാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് കൺവേർഷൻ ആണുള്ളത്. ഒന്ന് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും അതേപോലെ തന്നെ മറ്റൊന്ന് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ചില ഓപ്പറേഷൻസ് വരുമ്പം, ചില ക്രിയകൾ വരുമ്പോൾ അതിനകത്ത് മിക്സഡ് ആയിട്ട് കുറേ ഡേറ്റ ടൈപ്പ് വരുമ്പോൾ ഇതിനെല്ലാം കൂടെ കോമൺ ഒരു ഡേറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഈ കൺവേർഷൻ ചെയ്യുന്നത് തന്നെ. അപ്പം ഇവിടെ രണ്ട് ടൈപ്പ് കൺവേർഷനാണുള്ളത്. ഒന്ന് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും മറ്റൊന്ന് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും. നമുക്ക് എന്താ ഇംപ്ലിസിറ്റ്, എന്താണ് എക്സ്പ്ലിസിറ്റ് എന്ന് ചോദിക്കാം. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ്റെ മറ്റൊരു പേര് ടൈപ്പ് പ്രൊമോഷൻ എന്നാണ്. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ്റെ മറ്റൊരു പേര് എന്താണ്? ടൈപ്പ് പ്രൊമോഷൻ എന്നാണ്. അപ്പോൾ ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുക എന്നാണ് അല്ലേ. ഒന്നിനെ എന്താണ്, അതായത് താഴെ നിന്നുള്ള, അതായത് താഴത്തെ ലെവലിൽ നിൽക്കുന്ന ഡേറ്റ ടൈപ്പിനെ മുകളിൽ. അപ്പോൾ ലെവൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞ സൈസുള്ള ഡേറ്റ ടൈപ്പിനെ എപ്പോഴും വലിയ സൈസിലേക്ക് മാറ്റുന്നതിനെയാണ് ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു യൂസർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ തനിയെ ചെയ്യേണ്ട കാര്യമില്ല. ഒരു പ്രോഗ്രാമിൽ ഫോഴ്സ്ഫുള്ളി കോഡ് എഴുതി കൊടുത്ത് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇത് കമ്പൈലർ തനിയെ തന്നെ കൺവേർഷൻ നടത്തും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ഓപ്പറേഷൻ നോക്കാം. A = 2 + 3.5 ഇതാണ് ഓപ്പറേഷൻ നോക്കുക. ഇതിനകത്ത് ഈ 2 എന്ന് പറഞ്ഞാൽ ഇൻറ്റിജറാണ്. കാര്യം എന്താണ്? അത് നമുക്ക് കണ്ടാൽ അറിയാം, എന്താ, പോയിന്റ് ഇല്ലാത്ത സംഖ്യയാണ് ഇൻറ്റിജർ. അപ്പോൾ ഡേറ്റ ടൈപ്പ് എന്താണെന്നൊക്കെ അറിയണം, അത് കണ്ടിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാവും. അത് 3.5 എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോട്ടാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ടൈപ്പ് വന്നപ്പം C++ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ A = 2.0 + 3.5 എന്നാക്കും. അപ്പോൾ എന്താ, രണ്ടും ഫ്ലോട്ടായി, ഒരേ ടൈപ്പിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഇൻറ്റിജറിനെ എന്താക്കി കൺവേർട്ട് ചെയ്തു? ഫ്ലോട്ടാക്കി കൺവേർട്ട് ചെയ്തു. വളരെ എളുപ്പം. ഒരു പോയിന്റ് ഇട്ട് 0 ഇട്ട് കഴിഞ്ഞാൽ വിലയ്ക്കും വ്യത്യാസം വരത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ കൺവേർഷനാണ് യഥാർത്ഥത്തിൽ ടൈപ്പ് പ്രൊമോഷൻ എന്ന്. എപ്പോഴും C++ താഴെയുള്ള ഡേറ്റ, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം ഫ്ലോട്ടിൻ്റെ ടൈപ്പ് എന്ന് പറയുന്ന ഫ്ലോട്ട്, ഇപ്പോൾ ഇവിടെ ഇൻറ്റിജറും നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് ഇൻറ്റിജറും ഫ്ലോട്ടും ഒരേ സൈസ് തന്നെയാണ് അല്ലേ. രണ്ടിനും 4 ബൈറ്റ് ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. സോ അവിടെ കുഴപ്പമില്ല. എന്നാൽ ചില അവസരങ്ങളിൽ ഫ്ലോട്ട് ഡേറ്റ ഉണ്ടെങ്കിൽ ഫ്ലോട്ട് ഡേറ്റയെ എപ്പോഴും എന്താക്കുമായിരിക്കും ചെയ്യുന്നത്? ഡബിൾ ആക്കുമായിരിക്കും ചെയ്യും. ഒരിക്കലും എന്താണ്, ചെറുതിനെ എല്ലായ്പ്പോഴും ചെറിയ ഡേറ്റ ടൈപ്പ്, ഫ്ലോട്ടിന് 4 ബൈറ്റ്, ഡബിളിന് 8 ബൈറ്റ് ആണ്. ചെറിയ ഡേറ്റ ടൈപ്പിനെ എപ്പോഴും വലിയ ഡേറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് എവിടെ നടക്കുന്നത്? ഈ ടൈപ്പ് പ്രൊമോഷനകത്ത്. ആര് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പൈലർ തനിയെ ചെയ്യുന്നത്. സോ കമ്പൈലർ തനിയെ ചെയ്യുന്ന ഓപ്പറേഷനാണ് എപ്പോഴും ചെറിയ ഡേറ്റ ടൈപ്പിൽ നിന്ന് വലിയ ഡേറ്റ ടൈപ്പിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്ന പേര് കിട്ടാൻ കാര്യം. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെ. പെർഫോം എന്താണ്? C++ അല്ലെ, പെർഫോം C++ കമ്പൈലർ ഇന്റേണലി അല്ലേ. അതായത് ഇന്റേണലി തന്നെ C++, അതായത് ഉള്ളിൽ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാമർ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി C++ കൺവേർട്ട് ചെയ്തോളും. എപ്പോഴും ചെയ്യുന്ന എന്താണ്? ലോവർ സൈസ്. അതാണ്ട് രണ്ടാമത്തെ നോക്കി, ലോവർ സൈസ് ഓപ്പറാൻഡ് ഡേറ്റ ടൈപ്പിനെ എന്തിലേക്കാണ് മാറ്റുന്നത്? ഹയർ സൈസ്. ഓരോന്നിനെയും സൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് കൺവേർഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്ന പേര് കിട്ടിയത്. ഓക്കെ ആണല്ലോ. അടുത്തൊരെണ്ണമുണ്ട് ടൈപ്പ് കാസ്റ്റിംഗ്. ഇത് ചെയ്യുന്നത് ഒരു പ്രോഗ്രാമറാണ്. ഇതൊരു പ്രോഗ്രാമർ ചെയ്യണം. നമ്മളൊരു പ്രോഗ്രാം എഴുതുന്നാരോ അവർക്ക് ഫോഴ്സ്ഫുള്ളി നമുക്കൊരു ഡേറ്റ ടൈപ്പിനെ മറ്റൊരു ടൈപ്പിലേക്ക് ഏതെങ്കിലും അവസരത്തിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഫോഴ്സ്ഫുള്ളി നമുക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ഈ മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഡേറ്റ ടൈപ്പിനെ, ഇപ്പോൾ ഒരു ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിനെ ഫ്ലോട്ടിലേക്ക് മാറ്റണമെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൽ ഫ്ലോട്ട് എന്നിട്ട് കൊടുത്താൽ മതി. ഇതെന്തിലേക്ക് മാറും? ഇത് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് ആയിരുന്നുവെങ്കിൽ, ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിനകത്ത് വരുന്ന ഒരു ഡേറ്റ ആയിരുന്നുവെങ്കിൽ അതിനെ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രോഗ്രാമർ തനിയെ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അയാൾ എന്ത് ചെയ്യുന്നു? ഡേറ്റയെ കൺവേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കൺവേർഷനെ വിളിക്കുന്ന പേരാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? എ പ്രോഗ്രാമർ മേ ഡിസൈഡ് ദ ഡേറ്റ ടൈപ്പ് ഓഫ് ദ റിസൾട്ട്. അതായത് ഒരു ക്രിയയുടെ അവസാനം കുറേ മിക്സഡ് ആയിട്ടുള്ള കുറേ ഡേറ്റകൾ വരുന്ന ഒരു കാൽക്കുലേഷൻ ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഏത് ടൈപ്പിൽ വേണം, ഏത് ഡേറ്റ ടൈപ്പിൽ വേണമെന്ന് പ്രോഗ്രാമറിന് തീരുമാനിക്കാം. അങ്ങനെ പ്രോഗ്രാമർ ഡിസൈഡ് ചെയ്ത് പ്രോഗ്രാമറിൻ്റേതായ രീതിയിൽ പ്രോഗ്രാമിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അല്ല, ഇൻസ്ട്രക്ഷനിലൂടെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം ഡേറ്റയെ. അങ്ങനെ മാറ്റുന്നതിനാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അല്ലേ. ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ.
അപ്പോൾ ഇത്രയായിരുന്നു ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. എന്നാൽ നാലാമത്തെ ചാപ്റ്ററിൻ്റെ അവസാനത്തെ വീഡിയോ കണ്ടവർക്കറിയാം, അത് പെട്ടെന്ന് സ്റ്റോപ്പായി പോയല്ലോ അല്ലേ, കട്ടായി പോയ പോലെ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ലാസ്റ്റ് പാർട്ടായിരുന്നു. പക്ഷേ അതിനകത്തൊരു IDE കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അപ്ലോഡ് ചെയ്തപ്പോൾ എന്തോ പറ്റിയതാണ്, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. നിങ്ങളുടെ കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ IDE ഞാൻ അവിടെ പറഞ്ഞില്ല, അത് ഞാൻ അടുത്തായിട്ട് പറയുകയാണ്. IDE, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു C++ൻ്റെ കേസ് മാത്രമല്ല, ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിക്കോട്ടെ, അത് നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്ട്രക്ഷൻസ് എഴുതി വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യണം, അത് കമ്പൈൽ ചെയ്യണം, അങ്ങനെ എറർ ഉണ്ടെങ്കിൽ എറർ തിരുത്തണം, അത് കഴിഞ്ഞ് നമ്മൾ അതിനെ ബിൽഡ് ചെയ്യണം, അത് കഴിഞ്ഞ് അതിനെ എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെ പല ഘട്ടങ്ങളായിട്ടാണ് നമ്മളൊരു പ്രോഗ്രാം ഡെവലപ്പായിട്ട് വരുന്നത്. ഈ സ്റ്റെപ്പുകളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ, അതിനെയാണ് നമ്മൾ IDE എന്ന് പറഞ്ഞത്, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ഒരു പ്രോഗ്രാമറിന് പ്രോഗ്രാം എഴുതി തയ്യാറാക്കി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകൾ, അല്ലെങ്കിൽ ആ പാക്കേജുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, IDE, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. എന്താ കുറേ IDEയുടെ പേരാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ GCC IDE ആണ് യൂസ് ചെയ്യുന്നത്. GCC എന്ന് വെച്ചാൽ GNU കമ്പൈലർ കളക്ഷൻ എന്നാണ് പറയുന്നത്. ഈ GCC ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, നമ്മുടെ ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്ന, ഗവൺമെൻറ്റിൻ്റെ ടെക്സ്റ്റ് ഫോളോ ചെയ്തിരിക്കുന്ന ഇതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ പ്രോഗ്രാമുകൾക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. IDE മാറുന്നതുകൊണ്ട് പ്രോഗ്രാമിനൊരു ചെറിയ വ്യത്യാസങ്ങൾ ചിലയിടത്ത് ഉണ്ടാകുന്നതല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല. ഇതൊക്കെ IDEക്ക് എക്സാമ്പിളാണ്. ടർബോ C++, ബോർലാൻഡ് C++, IDEയുടെ പേരുകളാണ് കേട്ടല്ലോ. IDEയുടെ ഉപയോഗം എന്താണെന്ന് രണ്ടാമത്തെ ലൈൻ നോക്കിയാൽ മനസ്സിലാവും. IDE പ്രൊവൈഡ് ഫെസിലിറ്റി ഫോർ ടൈപ്പിംഗ്, എഡിറ്റിംഗ്, ടൈപ്പ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ സെർച്ചിങ്, കമ്പൈലിംഗ്, ലിങ്കിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് എ C++ പ്രോഗ്രാം. ഒരു C++ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാനായിക്കോട്ടെ, അത് എഡിറ്റ് ചെയ്യാനായിക്കോട്ടെ, അത് കമ്പൈൽ ചെയ്യാനായിക്കോട്ടെ, അത് ലിങ്ക് ചെയ്യാനായിക്കോട്ടെ, എക്സിക്യൂട്ട് ചെയ്യാനായിക്കോട്ടെ, ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ് ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് പറയാം. അതിനെയാണ് IDE എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ ഒരുമിപ്പിക്കുന്നതിനാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. അപ്പോൾ IDEയുടെ ഒരു സ്ക്രീൻഷോട്ടാണ് ആ കാണുന്നത്. IDE നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്, കമ്പൈൽ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്, ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാമുകൾ എഴുതുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമായ ടൂൾസൊക്കെ ഇവിടെയുണ്ട്. സേവ് ചെയ്യണം അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ മെനൂസിനകത്തുണ്ട്. അത് വെച്ച് നമുക്ക് ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ ചെയ്ത് നിങ്ങളെ ലൈവായിട്ട് ഇപ്പം തന്നെ ചെയ്ത് കാണിച്ചു തരാം. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സിമ്പിൾ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം IDE എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്, അത് അടുത്ത പാർട്ടായിട്ട് ഞാൻ ചെയ്യാം. പ്രോഗ്രാമുകൾ മാത്രം. ഈ ചാപ്റ്ററിൽ ഒരു 3-4 പ്രോഗ്രാംസ് ഉണ്ട്. ആ പ്രോഗ്രാംസ് മാത്രമായിട്ട് ഞാൻ അടുത്ത പാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു സിമ്പിൾ പ്രോഗ്രാം ഈ IDEയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. IDE എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണിച്ചു തരാൻ വേണ്ടി നമുക്കൊരു സിമ്പിൾ പ്രോഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ, പ്രോഗ്രാമിൻ്റെ C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഇത് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പം ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വേണം വരാൻ. ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഒരു ഓർഡറിൽ കണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവൂ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്ലാസ് കാണുന്നുണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും. ഓക്കെ, ഒരു പ്രോഗ്രാമാണിത്. ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്, പക്ഷേ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം. മെസ്സേജ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു മെസ്സേജ്. ഇപ്പോൾ ഇവിടുത്തെ മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന ഈ ഒരു മെസ്സേജാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യണം, ഔട്ട്പുട്ട് സ്ക്രീൻ, അതായത് നമ്മുടെ മോണിറ്ററിൽ പ്രിൻറ്റ് ചെയ്യണം. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. നിങ്ങൾ നോക്കുമ്പോൾ വലിയ പ്രോഗ്രാമായിട്ട് തോന്നുന്നു അല്ലേ, ഒരു വലിയ പ്രോഗ്രാമായിട്ട് തോന്നുന്നു. പക്ഷേ ഇതിനകത്തുള്ള ഈ ബ്ലൂ കളറിൽ ഞാൻ എഴുതിയിരിക്കുന്ന ലൈനുകളെല്ലാം തന്നെ കമൻറ്റുകളാണ്. എന്താണ് കമൻ്റ് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? എക്സിക്യൂട്ട് ചെയ്യാത്ത ഒരു പ്രോഗ്രാമറിന് പിന്നീട് ഈ പ്രോഗ്രാം വായിക്കുമ്പോഴോ നോക്കുമ്പോഴോ മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് ലൈനുകളാണ് കമൻറ്റുകൾ. 2 ടൈപ്പ് കമൻറ്റുകളുണ്ട്. മൾട്ടി ലൈൻ കമൻറ്റ്, അതേപോലെ സിംഗിൾ ലൈൻ കമൻറ്റ് അല്ലേ. ഈ ആദ്യം എഴുതിയിരിക്കുന്നതാണെന്ത് ആദ്യം എഴുതിയിരിക്കുന്നതാണെന്ത് മൾട്ടി ലൈൻ കമൻറ്റ് എന്നുള്ള കാര്യം. അത് കമൻറ്റ് ഞാൻ പഠിപ്പിച്ചാണ് കൃത്യമായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. മുൻ ക്ലാസ്സുകൾ കാണുക. ഇത് സിംഗിൾ ലൈൻ കമൻറ്റുകളാണ്. അപ്പോൾ ഈ കമൻറ്റുകൾ സത്യം പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനെ യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല. ഇത് വായിക്കുമ്പോൾ നമുക്കത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ എഴുതി വെക്കുന്ന ചെറിയ ഷോർട്ട് നോട്ടുകളാണ്. അത് വലിയ കാര്യമൊന്നുമില്ല. ആ ബ്ലാക്ക് ലെറ്ററിൽ കാണുന്നതാണ് യഥാർത്ഥ പ്രോഗ്രാമിൻ്റേതായ കോഡുകൾ. അപ്പോൾ ആ ബ്ലാക്ക് ലെറ്ററിൽ കാണുന്ന മാത്രം ഞാനൊന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും പ്രോഗ്രാം കാണപ്പെടുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഷ് ഇൻക്ലൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഷിൽ തുടങ്ങുന്ന ലൈനുകളെല്ലാം നമ്മൾ പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ് എന്നാണ് വിളിക്കുന്നത്. ഹാഷിൽ തുടങ്ങുന്ന ലൈനുകളെല്ലാം അതായത് ഒരു പ്രോസസ്സിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ട കാര്യങ്ങളെല്ലാം എടുത്തു വെക്കുന്നതിനാണ് പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഹാഷിൽ തുടങ്ങും. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്ന് പറയുന്ന ഒരു IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ എല്ലാ C++ പ്രോഗ്രാമിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെ ലിങ്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ C++ പ്രോഗ്രാം വർക്ക് ചെയ്യൂ.
അതുകൊണ്ട് തന്നെ എല്ലാ പ്രോഗ്രാമിൻ്റെയും മുകളിൽ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടായിരിക്കും. അത് ഏത് പ്രോഗ്രാം ആണെങ്കിലും, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, എത്ര വലിയ പ്രോഗ്രാം ആണെങ്കിലും എത്ര ചെറിയ പ്രോഗ്രാം ആണെങ്കിലും ആ ലൈൻ അവിടെ ഉണ്ടാവണം. അതിൽ രണ്ടാമത്തെ ലൈനാണ് യൂസിങ് നെയിം സ്പേസ് STD. യൂസിങ് നെയിം സ്പേസ് STD എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രോഗ്രാമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന നെയിമുകളെല്ലാം തന്നെ ഇപ്പോൾ COUT എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ STD എന്ന് പറയുന്ന കുടുംബത്തിലെ ആണ് എന്ന് കമ്പൈലറിന് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എഴുതുന്ന ഒരു ലൈനാണ്. അതും എല്ലാ പ്രോഗ്രാമിൻ്റെയും മുകളിൽ ഉണ്ടാവും. യൂസിങ് നെയിം സ്പേസ് STD കഴിഞ്ഞ് സെമിക്കോളൻ ഉണ്ട് കേട്ടല്ലോ. അപ്പം അതും എല്ലാ പ്രോഗ്രാമിൻ്റെയും മുകളിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ അത് എഴുതിയിരിക്കണം. അത് കഴിഞ്ഞ് നമുക്കറിയാം മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലേ. മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ ഫംഗ്ഷനിൽ നിന്നാണ്. അതിൻ്റെ മുകളിൽ എഴുതിയേക്കുന്നതൊക്കെ പ്രീ പ്രോസസ്സിംഗ് ആണെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ് ഇത് ഈ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ രണ്ട് ബ്രാക്കറ്റിനകത്തായിരിക്കും പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കോഡ്. അതേപോലെ റിട്ടേൺ 0 എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ എഴുതുന്നതാണ്. എല്ലാ പ്രോഗ്രാമിലും ഇത് ഏറ്റവും അവസാനത്തെ ലൈനായിട്ട് റിട്ടേൺ 0 എഴുതും. അതുപോലെ മെയിനിന് മുമ്പ് ഒരു ഡാറ്റ ടൈപ്പ് എഴുതും, അത് ഇൻറ്റ് എന്നാണ് എഴുതുന്നത്. ഓക്കെ, അതിൻ്റെ ഉപയോഗങ്ങൾ, ഫംഗ്ഷൻ്റെ റിട്ടേൺ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവും. എന്താണ് ഈ റിട്ടേൺ 0, ഈ മെയിനിന് മുമ്പിൽ ഇൻറ്റ് എഴുതിയിരിക്കുന്നത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു ലൈൻ എന്ന് പറയുന്നത്. ആ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ അല്ലേ. ഏതൊരു കാര്യവും ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കണമെങ്കിൽ, എഴുതി കാണിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. തുടങ്ങുന്നത് COUT-ലാണ് അല്ലേ. COUT എന്ന് എഴുതുക. COUT എന്ന് എഴുതിയിട്ട് എന്താണ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എഴുതുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എഴുതേണ്ട സെൻറ്റൻസ് എന്തോ അത് ഈ ഡബിൾ ഇൻവെർട്ടർ കോമയിൽ എഴുതി വെച്ചാൽ മതി. എന്ത് സെൻറ്റൻസ് ഉണ്ടെങ്കിൽ എഴുതി വെക്കാം. അത് അതേപോലെ സ്ക്രീനിൽ കമ്പ്യൂട്ടർ കാണിച്ചു തരും. ഇത് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുമ്പം ഈ COUT-ൽ എഴുതിയിരിക്കുന്നത് മാത്രമേ എവിടെ കാണത്തുള്ളൂ? സ്ക്രീനിൽ കാണത്തുള്ളൂ. ബാക്കിയുള്ള ഒരു കോഡുകളും നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയത്തില്ല. ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണുന്നത് COUT-ൽ എഴുതിയിരിക്കുന്നത് മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ COUT-ൽ ഈ ഡബിൾ ഇൻവെർട്ടർ കോമയിൽ എഴുതിയിരിക്കുന്ന സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്നത് മാത്രമായിരിക്കും എവിടെ കാണുന്നത്? നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണുന്നത്. വേറെ ഒന്നും തന്നെ നമുക്ക് എന്ത് പറ്റത്തില്ല? ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണാൻ കഴിയില്ല ഈ ഒരു പ്രോഗ്രാമിൽ നിന്നും. വേറെ ഒന്നുമില്ലല്ലോ. ഒന്നിൽ കൂടുതൽ COUT-കൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കാണുമായിരുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ ഈ സ്മോക്കിംഗ് നമുക്ക് നോക്കാം. നമുക്കിതൊന്ന് IDE-ക്കകത്തൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, ഈ കാണുന്നതാണ് IDE. ഞാൻ ഓപ്പൺ ചെയ്തു. IDE എന്ന് പറയുന്ന ജിനെ എന്ന് പറയുന്ന IDE ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി വലുതാക്കാം. അപ്പം ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെയായിരിക്കും കാണുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്ത് ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മളൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫോൾഡറിൽ സേവ് ചെയ്യണം. ഞാനൊരു പേര് കൊടുക്കുകയാണ്. ഫസ്റ്റ് PGM പ്രോഗ്രാം എന്തെങ്കിലും ആയിക്കോട്ടെ. അത് കഴിഞ്ഞാൽ പേരിനോടൊപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, പേരിനോടൊപ്പം .C++ എന്ന് കൂടി എഴുതി കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. C++ എന്നല്ല, CPP അല്ല, CPP .CPP എന്നും കൂടെ എഴുതി. ഏതൊരു പേര് നമ്മളൊരു C++ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. പക്ഷേ അതിൻ്റെ കൂടെ ഡോട്ട് എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഉണ്ട്, CPP എന്നും കൂടെ കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഫോൾഡറിൽ നമ്മളത് സേവ് ചെയ്യുന്നു. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ സേവ് ചെയ്യുന്നു. ഓക്കെ, സേവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കളറിലൊക്കെ വ്യത്യാസം വന്നു. .CPP എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കുറച്ച് കളറുകളിലൊക്കെ വ്യത്യാസമൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കളറുകളിലൊന്നും വ്യത്യാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ അതുവരെ സേവ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ കാണും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കമ്പൈൽ ചെയ്യുക എന്നുള്ളതാണ്. കമ്പൈൽ ദാണ്ട് ഇവിടെ കണ്ടോ, മൗസ് പോയിന്റർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ആ കമ്പൈൽ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കമ്പൈൽ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം ഈ താഴെ നിങ്ങൾ പോയി നോക്കുക. ദാണ്ട് താഴെയായിട്ട് കാണിക്കുന്ന നോക്കിയാൽ കണ്ടോ, കമ്പൈലേഷൻ എന്താണ്? ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. കമ്പൈലേഷൻ സക്സസ് ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്തു. അതായത് എറർ ഒന്നും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഞാൻ ഇതിനകത്തൊരു എറർ ഉണ്ടാക്കി നോക്കാം. എന്താണ്? ഈ സെമിക്കോളൻ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സെമിക്കോളൻ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പോയി കമ്പൈൽ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. കണ്ടോ, എറർ വന്നുണ്ടോ? ചുമന്ന ലെറ്ററിൽ എറർ കാണിച്ചേക്കുന്നുണ്ടോ താഴെ? അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായതാണ്ട് എഴുതി കാണിക്കുന്നുണ്ട്. എക്സ്പെക്റ്റഡ് സെമിക്കോളൻ ബിഫോർ റിട്ടേൺ. റിട്ടേൺ എന്ന് പറയുന്ന ലൈൻ ആണ്. ഇതാണ് റിട്ടേൺ ലൈൻ. ഇതിന് മുമ്പിൽ എന്താണ്? ഒരു സെമിക്കോളൻ ആവശ്യമുണ്ട് അല്ലേ. സേവ് ചെയ്തു. അപ്പോൾ അതിട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഒന്നും കൂടെ കമ്പൈൽ ചെയ്യാം. എറർ പോയി ഉണ്ടോ. അപ്പോൾ എററുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചുമന്ന ലെറ്ററിൽ കാണിക്കും. അത് കഴിഞ്ഞ് ബിൽഡ് ചെയ്യുക. ബിൽഡ് എന്ന് പറയുന്ന സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം, ബിൽഡിങ് കഴിഞ്ഞതിന് ശേഷം അടുത്തായിട്ടുള്ള സ്റ്റെപ്പാണ് ഇത് എക്സിക്യൂട്ട്. നമുക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണണ്ടേ? ഈ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന സാധനം അത് നമുക്ക് ഔട്ട്പുട്ടിൽ കാണണ്ടേ? അപ്പം ഔട്ട്പുട്ടായിട്ട് കാണാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ ഈ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള എക്സിക്യൂട്ട് എന്ന് പറയുന്ന സ്റ്റെപ്പ്. നമുക്ക് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, മുകളിൽ എഴുതി കാണിച്ചേക്കുന്നുണ്ടോ? സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. കണ്ടോ, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് എഴുതി കാണിച്ചേക്കുന്നുണ്ടോ?
സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്ന് ഏറ്റവും മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പം ഞാൻ ഈ കോഡിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇതിൻ്റെ താഴെ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഞാനൊരു സി ഔട്ടും എഴുതി കൊടുക്കുകയാണ്. സി ഔട്ട് ഹലോ എന്നും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും എന്താണ് ഒന്ന് സേവ് ചെയ്യുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ കമ്പൈൽ ചെയ്യുന്നു. എററൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ ബിൽഡ് ചെയ്യുന്നു അല്ലേ. അത് കഴിഞ്ഞ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. നോക്കിയേ, ഹലോ വന്നോ എന്ന് നോക്കിയേ. നിങ്ങൾ ഒറ്റ ഓട്ടത്തിൽ നോക്കിയാൽ കാണത്തില്ല, പക്ഷേ ഹലോ ഉണ്ട്. ആ ഒറ്റ സെൻറ്റൻസിനോട് ചേർന്ന് തന്നെ ഹലോ കിടപ്പുണ്ട്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് കഴിഞ്ഞ് അതിനോടൊരു ഹലോ കിടക്കുന്നുണ്ടോ? പക്ഷേ നമുക്ക് താഴെയാണ് വേണ്ടതെങ്കിൽ, നമുക്ക് ഓരോ ലൈൻ്റെ താഴെയാണ് ഹലോ വരേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു എസ്കേപ്പ് ക്യാരക്ടർ, നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ഞാൻ എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് എൻ്റർ അടിക്കണം. താഴേക്ക് വരണമെങ്കിൽ എൻ്റർ കീ പ്രവർത്തിക്കണം. എൻ്റർ കീ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ അവിടെ ഒരു എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടർ /n, ആ /n പ്രിൻറ്റ് ചെയ്യത്തില്ല, അവിടെ ഒരു ആക്ഷൻ നടക്കും. എന്ത് ആക്ഷനാണ്? എൻ്റർ കീ അവിടെ പ്രവർത്തിക്കും. നോക്കാം, നമുക്ക് എൻ്റർ കീ പ്രവർത്തിക്കുമ്പം ആ എൻ്റർ കീ, അതായത് ഈ /n കഴിഞ്ഞുള്ള ഹലോ എന്ന് പറയുന്ന ഭാഗം അതിൻ്റെ താഴെയാണോ വരുന്നത് നോക്കാം. ആ ലൈൻ്റെ താഴെയാണോ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പൈൽ ചെയ്യുക, ബിൽഡ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. നോക്കിയേ, ഹലോ താഴെ വന്ന് ആ /n കാണിക്കത്തില്ല. /n അവിടെ ഒരു ആക്ഷൻ നടക്കാൻ വേണ്ടിയാണ്. എന്ത് ആക്ഷൻ അവിടെ നടക്കുന്നത്? എൻ്റർ കീ പ്രവർത്തിക്കാൻ, താഴേക്ക് പോകുവാൻ വേണ്ടിയാണ് /n കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ്. അപ്പം ഒരു ചെറിയ പ്രോഗ്രാം എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ മനസ്സിലായല്ലോ. ഈ കാണുന്ന ഞാൻ IDE എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് IDE ഉണ്ട്, നെറ്റിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഏത് ID വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നാൽ ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു ID ആയതുകൊണ്ടാണ് ഞാൻ ഈ ID തന്നെ ചെയ്ത് കാണിച്ചത്. ടർബോയൊക്കെ കുറച്ചും കൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിവേ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ചെയ്യാം. പ്രോഗ്രാമിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും കാണത്തില്ല. ഇനി ഈ ചാപ്റ്ററിൽ കുറച്ച് പ്രോഗ്രാം ഉണ്ട്, ഒരു 4-5 പ്രോഗ്രാം വളരെ അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട ഒരു 4-5 പ്രോഗ്രാം ഉണ്ട്. എപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കുന്നത്. നിങ്ങൾക്ക് C++ പ്രോഗ്രാം കുറച്ചും കൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒക്കെ ആ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ചാപ്റ്ററിൻ്റെ തിയറി വൈസ്, നമ്മുടെ കണ്ടന്റ് വൈസ് ഈ ചാപ്റ്റർ തരത്തിൽ കഴിഞ്ഞു. എന്നാൽ ആ പ്രോഗ്രാം കൂടെ ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അടുത്ത ക്ലാസ്സിൽ ഈ പ്രോഗ്രാമിൻ്റെ എക്സ്പ്ലനേഷൻസ് ആയിരിക്കും. ഒരു 3, 4, 5 പ്രോഗ്രാംസ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ് ആയിരിക്കും അടുത്ത ക്ലാസ്. അത് കഴിഞ്ഞ് അടുത്ത ചാപ്റ്റർ നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ കാര്യം കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കൊക്കെ സജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ചാനലുണ്ട് കമ്പ്യൂട്ടർ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന ഇങ്ങനെ ഒരു ചാനലുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.